ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു AI ക്രിയേറ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. ഒരു ഷോട്ടൊക്കെ നമുക്ക് AI ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പം വീഡിയോയിലോട്ട് പോകാം. ആദ്യം യൂട്യൂബ് ഓപ്പൺ ആക്കുക. യൂട്യൂബിനകത്ത് നമ്മളുടെ ഒരു ഷോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവല്ലേ, അപ്പോൾ ഫസ്റ്റ് ഷോട്ട് എടുത്തിട്ട് കണ്ട് ഇത് കണ്ട് ഈ AIയുടെ എംബ്ലം അതെടുക്കുക കേട്ടോ. അതെടുത്തിട്ട് നമ്മൾ ക്രിയേറ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഇമേജ് കൊടുത്തിട്ട് നമുക്കത് വീഡിയോ ആക്കാം. ഇത് കണ്ടോ, ഈ ഫോട്ടോ ടു വീഡിയോയും അതേപോലെ തന്നെ നമ്മളെ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു ആനിമേറ്റ് പോലെ വന്നിട്ട് അതൊരു വീഡിയോ, അതാണ് ഫോട്ടോ ടു വീഡിയോ. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇമേജാണ്. ഇമേജ് ഓപ്പൺ ആക്കിയിട്ട് ഇമേജിനകത്ത് ഇപ്പം ഞാൻ പൂവ് വിരിയുന്നത്, അപ്പം ഫ്ലവർ ബ്ലൂമിംഗ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ദ ഫ്ലവർ ഈസ് ബ്ലൂമിങ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ മലയാളമല്ല ടൈപ്പ് ചെയ്യേണ്ടത്, ഇംഗ്ലീഷാണ്. ഇപ്പം ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ പാടുള്ളവരാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് കാണുമല്ലോ. ഇപ്പം ഞാൻ നേരത്തെ ഒരു AIയുടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിനകത്ത് ഈ ഒരു പട്ടി വണ്ടി ഓടിക്കുന്നത്, അതിൻ്റെ ബാക്കിൽ കുറേ പട്ടികളിരുന്ന് ഡാൻസ് ചെയ്യുന്നതായിരുന്നു. അപ്പം നമുക്കൊരു എന്താണ് ഇംഗ്ലീഷിൽ അത് വേണ്ടതെന്നുള്ളൊരു ഊഹം കാണുമല്ലോ, ഇത് കിട്ടുമല്ലോ നമുക്ക് എന്തോ കൊടുക്കണമെന്നുള്ളത്. അപ്പോഴത് നമ്മൾ ക്രോമിൽ പോയിട്ട് മലയാളം ടു ഇംഗ്ലീഷ് എടുക്കുക. ഇംഗ്ലീഷ് എടുത്തിട്ട് അതിൽ മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പട്ടി ഡ്രൈവ് ചെയ്യുന്നു, പട്ടിയുടെ ബാക്കിൽ കുറേ പട്ടികളിരിക്കുന്നു, അവർ ഡാൻസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അവർ ഡ്രസ്സുകൾ ധരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വരും. ഇംഗ്ലീഷ് വരുമ്പം എല്ലാവർക്കും അറിയാം, ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് താഴെ വരുന്നത് നമ്മൾ കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ ചൂസ് സ്റ്റൈൽ കണ്ടോ, വിൻറ്റേജ് അങ്ങനെയൊക്കെയുള്ള അത് വേണമെങ്കിൽ നമുക്കത് കൊടുക്കാം. ഞാനിപ്പോൾ അത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൈല് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം, അപ്പോൾ അറിയാം എങ്ങനെയാണ് അത് വരുന്നതെന്നുള്ളത്. വെറുതെ സമയം കളയണ്ടെന്ന് ചോദിച്ചപ്പോൾ ഈ വീഡിയോ കുറേ ലെങ്ത് ആയിപ്പോവും. എന്നിട്ട് ഞാൻ ഇത് ക്രിയേറ്റ് കൊടുക്കുവാണേ. കണ്ടത് ഡൗൺലോഡ് ആയി വരണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് രീതിയുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഫ്ലവർ എടുത്തിട്ട് എനിക്ക് ഒരു പോസ്റ്റ് തയ്യാറാക്കണം, അല്ലെങ്കിൽ എനിക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ എനിക്കൊരു പോസ്റ്റ് ഇടാൻ വേണ്ടി ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ, സ്റ്റാറ്റസ് ഇടണമെങ്കിൽ നമുക്ക് ഫ്ലവർ വേണമല്ലോ. അപ്പോൾ ഇതിനകത്ത് ഈ 3 ഡോട്ടിനകത്ത് സേവ് ടു ഡിവൈസ് കൊടുക്കുമ്പോൾ നമ്മളുടെ ഗാലറിയിൽ ഇത് സേവ് ആവും. എന്നിട്ട് അത് നമുക്ക് ഇൻഷൂട്ടിലോ കൊണ്ടുപോയിട്ട് നമുക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ നമുക്ക് ഗുഡ് മോർണിംഗിൻ്റെ സ്റ്റാറ്റസ് ആക്കി ഉപയോഗിക്കാം. പിന്നെ അതുപോലെ ഈ ക്രിയേറ്റീവ് വീഡിയോ കൊടുക്കുമ്പോൾ അതിൻ്റെ ആ വീഡിയോ ഓപ്പണായി ഡൗൺലോഡായി വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പ്രയോജനമാണ്. ഒന്ന്, നമുക്ക് ഗുഡ് മോർണിംഗിൻ്റെയൊക്കെ പോസ്റ്റ് ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഇതേണക്ക് വീഡിയോയും കിട്ടും. അപ്പം ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ 4 ഫോട്ടോസ് വന്നല്ലോ, ആ 4 ഞാൻ പിക്ചറായിട്ടും സേവ് ചെയ്യും. എന്നിട്ട് ഇത് 4ഉം ഇതേപോലെ തന്നെ ക്രിയേറ്റ് വീഡിയോ കൊടുത്തിട്ട്, എന്ന് വെച്ചാൽ കുറച്ച് സെക്കൻഡ്സേ കാണത്തുള്ളൂ, നമുക്കൊരു ഷോട്ട് മാക്സിമം ഒരു 30 വേണമല്ലോ. 4ഉം ക്രിയേറ്റ് വീഡിയോ കൊടുത്തിട്ട് സേവ് ടു ഡിവൈസ് കൊടുത്ത് ഗാലറിയിൽ സേവ് ആക്കിയിട്ട് ഇത് ഇൻഷൂട്ടിനകത്ത് കൊണ്ടുവന്നിട്ട് ഒറ്റ വീഡിയോ ആക്കിയിട്ടാണ് ഞാൻ സോങ് ഇട്ടിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ കേട്ടോ. ഈ 3 ആരോയിൽ സേവ് ടു ഡിവൈസ് കൊടുക്കണം. ഓക്കെ, അത് കണക്ക് ഞാനിപ്പം ഇതേപോലെ എല്ലാം എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് ഈ ഫ്ലവേഴ്സ് എല്ലാം എനിക്ക് ആവശ്യമുണ്ട്. അപ്പം ഇതെല്ലാം സേവ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ എല്ലാം വീഡിയോ ഇതേപോലെ ക്രിയേറ്റ് വീഡിയോ കൊടുത്ത് ഞാൻ ഗാലറിയിൽ സേവ് ചെയ്തിടും. എന്ന് വെച്ചാൽ അപ്പോൾ ഈ 4 ഫ്ലവേഴ്സിൻ്റെ നമുക്ക് കിട്ടുമല്ലോ. അപ്പം ചില നല്ല നല്ല ട്യൂണൊക്കെയും നല്ല സോങ്ങിനൊക്കെ നമുക്ക് ഈ 4 ഫ്ലവേഴ്സിൻ്റെ വീഡിയോയും കൂടി ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഇതിനൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ വീഡിയോ ചെയ്ത് ഇടാം. അപ്പം ഓക്കെ, ബൈ.